ദിവസങ്ങളിലെല്ലാം നമ്മളിങ്ങനെ പറയാനുണ്ടായി, രഹസ്യ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേക അഭിഷിക്തന്മാർ ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 3 കഥാപാത്രങ്ങളെ അതിനകത്ത് കാണുവാൻ കഴിയും. 3 കഥാപാത്രങ്ങൾ, ഒരേ കുടുംബത്തിലുള്ള 3 വ്യക്തികൾ. 11-ാം അധ്യായം പ്രാരംഭം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ആരെക്കുറിച്ചാണ്. ആ 3 വ്യക്തികൾ, ഒരാളുടെ ജീവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് 4 ദിവസമായി എന്നാണ് കാണുന്നത്. മറ്റുള്ള 2 പേരും ഈ മാറ്റപ്പെട്ട വ്യക്തികളുടെ സഹോദരിമാരാണ്. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് പോകാം. 11-ാം അധ്യായം 1-ാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിൽ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടക്കുന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. ഭവനത്തിൽ എല്ലാവരുമായി ഒന്നിച്ച് ഇരിക്കുന്ന സമയത്താണ് മദലക്കാരത്തി മറിയ, ആ സ്ത്രീ, തൻ്റെ പരിമള തൈലം യേശുവിൻ്റെ തലയിൽ ഒഴിച്ച് കണ്ണീര് കൊണ്ട് അവൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടയ്ക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഒരുവൻ പറയുക, ഈ വെറും ചെലവ് എന്തിന്? യേശു കർത്താവ് വളരെ ആധികാരികമായിട്ടാണ് അവിടെ ചില കാര്യാദികൾ പറയുന്നത്. ഞാൻ ആ ഭാഗത്തൊന്നും തൊടുവാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നില്ല. കാരണം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും എപ്പോഴായാലും ഒരു പ്രതിഫലമുണ്ട് എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ലാത്ത കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും പരിമള തൈലം കൊണ്ട് ഒഴിച്ചു. ദൈവം അപ്പോൾ തന്നെ മറിയെക്കുറിച്ച് പറഞ്ഞു, ഇതിൻ്റെ അടക്ക ശുശ്രൂഷയ്ക്ക് മുമ്പേ ഉള്ള ഒരു പ്രവൃത്തി എത്ര എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ പാപങ്ങൾ മോചിച്ചു കിട്ടി. അവൾ സ്വാതന്ത്ര്യത്തോടെ ഭവനത്തിലേക്ക് പോയി. അവിടെ കൊണ്ട് അത് തീരുക. ആ ഒരു പ്രവൃത്തി പിന്നീട് ബഥാനിയയിലൊക്കെ വരുമ്പോൾ യേശു എപ്പോഴും ഈ മറിയയുടെ ഭവനത്തിലായിരുന്നു വാസം. 12 ശിഷ്യന്മാരും താനും അങ്ങനെ 13 അംഗങ്ങൾ ഈ വീട്ടിലായിരുന്നു. മറിയയുടെ വീട് നമ്മൾ പറയുന്ന പോലെ കൊട്ടാരം പോലത്തെ ഭവനമൊന്നും അല്ല. കൊച്ചു ഭവനത്തിലാണ് യേശു വാസം ഇവിടെ ഈ ബഥാനിയിൽ വരുമ്പോൾ കിടക്കുന്നത്. ഒരു ദിവസമായപ്പോൾ യേശുവിൻ്റെ ചെവിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ യേശുവിൻ്റെ കർണപടത്തിലൊരു ശബ്ദം, അല്ലെങ്കിൽ ചെവിയിൽ ഒരു ശബ്ദം കേട്ടോളൂ: നിന്റെ സ്നേഹിതനായിരിക്കുന്ന ലാസർ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചുപോയി. അപ്പോൾ യേശു കർത്താവ് ഇരിക്കുന്ന ഇരിപ്പെടുന്നത് മിണ്ടിയില്ല. വീണ്ടും 2 ദിവസം കൂടെ അവിടെ ഇരിക്കുകയാണ്, 3 ദിവസം കൂടെ അവിടെ ഇരിക്കുകയുണ്ടായി. അതിന് ശേഷമാണ് യേശു പറയുന്നത്, നമുക്ക് പോകാം. കാരണം എൻ്റെ സ്നേഹിതനായ ലാസർ അവൻ എന്ത് ചെയ്യുന്നു? നിദ്ര കൊള്ളുന്നു, ഉറങ്ങുക എത്ര ചെയ്യുന്നത്. അപ്പൊ മരണത്തിന് നിദ്ര, ഉറക്കം, വേർപാട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വേട് യേശു ഉപയോഗിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് വളരെ സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ അവൻ്റെ രോഗം എന്ത് ചെയ്യും? സൗഖ്യമാകും. പലപ്പോഴും അങ്ങനെയാണ്. നമ്മളോടൊപ്പം നമ്മുടെ വേദനയിൽ, നമ്മുടെ നിരാശയിൽ, നമ്മുടെ ആകുല ചിന്തയിൽ നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്നേഹിതന്മാർ ആരും കാണത്തില്ല. ആ സമയത്ത് നമ്മളോടൊപ്പം ഇരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നോക്കണമേ, യേശു കർത്താവ് പറയും, നമുക്കിനി പുറപ്പെടാം. എന്നതിനാ? ഇനി നമുക്ക് ലാസറിനെയും അല്ലെങ്കിൽ മാർത്തയും മറിയേക്കൊന്ന് കാണാൻ വേണ്ടി പോകാം, അവനെ ഉണർത്തണം. അപ്പോഴാ ഇങ്ങനൊരു വേട് പറഞ്ഞു, ആമേൻ, അവൻ മരിച്ചുപോയി, നമുക്കിനി അവനെ എന്ത് ചെയ്യണം? ഉണർത്തണം. സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം ആരൊക്കെ നിൽക്കും? ഒരുവൻ പറഞ്ഞു, ഞങ്ങളും നിന്നോടൊപ്പം വന്ന് മരിക്കാനാണോ വരുന്നേ? കാരണം ഇന്നലകൾ കല്ലെറിയുവാൻ വേണ്ടി കാത്തു നിന്ന യഹൂദന്മാരുടെ ഇടയിൽ ആണോ നീ ഞങ്ങളെ കൊണ്ടുപോകുന്നേ? എന്തു പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ഈ ഒരു വേട് ഉപയോഗിക്കുമ്പോൾ യേശുവിന് മനസ്സിലായി തന്നോടൊപ്പം ആരൊക്കെ നിൽക്കും, ആരൊക്കെ നിൽക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രതികൂലത്തിൻ്റെ നടുവിലാണ് ശരിക്കും പറഞ്ഞ ദൈവവേല ഉള്ളത്. എവിടെയാണോ നാം പരാജയപ്പെട്ടോ ആ മേഖലയിലായിരിക്കും നമുക്ക് ദൈവത്തിൻ്റെ വേല കിടപ്പുള്ളത്. വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ മത്തായിലാണ് തോന്നുന്നു 10 ഇങ്ങനെ പറയുന്നു, കൊയ്ത്തോ വളരെ അധികമുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. ഇന്ന് വേലക്കാരുടെ എണ്ണം കൂടുതലാണ്, പക്ഷെ കൊയ്ത്തിന് തക്കതായി, കൊയ്യാൻ തക്കതായുള്ള വേലക്കാർ ചുരുക്കമാണ്. പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, കലങ്ങ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സ്വഭാവം. കാരണം കലക്കാൻ ഒരാളുണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. കാരണം കലങ്ങുന്ന സമയത്ത് മീൻ അല്ലെങ്കിൽ മത്സ്യങ്ങളെല്ലാം ഇങ്ങനെ പുറത്തു വരും. അങ്ങനെയുള്ള വേലക്കാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. യേശു പറയാ, വേല അല്ലെങ്കിൽ കൊയ്ത്ത് ഒത്തിരി ഉണ്ട്, വേലക്കാർ വളരെ ചുരുക്കമാണ്. ഇതിൻ്റെ നടുവിലാണ്, ഇതുപോലെയുള്ള ഒരു കൊയ്ത്തിൻ്റെ നടുവിലാണ് നാം ഈ കാലഘട്ടത്തിലായിരിക്കുന്നത്. അനേകർ കൊയ്യുവാൻ്റെ സമയത്ത് മാറി നിൽക്കുമ്പോൾ ഒരു കൊയ്ത്തിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ മനുഷ്യർ അടുത്തെന്ത് ചെയ്യണമെന്നറിയാതെ ഭീതിയിലാണ്ടിരിക്കുന്ന ജനമാണ്. അപ്പോൾ എന്നാ ചെയ്യണം? കാഴ്ചകൾ, നേർച്ചകൾ ഇതൊക്കെ ചെയ്തു നോക്കി.
പല വ്യക്തികൾ പലതും ചെയ്ത് നോക്കി, അതിൽ കൂടിയൊക്കെ നമുക്കൊരു ദൈവികത്തിന്റെ ബ്ലെസ്സിങ് അനുഗ്രഹം വരുമോ എന്നൊക്കെ ചിന്തിച്ചവരുണ്ട്. അതൊന്നും അല്ല. ഞാൻ പറഞ്ഞ ഈ സാഹചര്യത്തിലും ദൈവത്തെ വിളിക്കുവാൻ അല്ലെങ്കിൽ കൊയ്ത്തിനു വേണ്ടി ഇറങ്ങിയ ചില വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അവരെ പരിഹസിക്കുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനുമായിട്ട് ഒത്തിരി സംസാരിച്ചു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവദാസനെ വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ചു. നമുക്ക് സ്റ്റേജുകൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് അറിഞ്ഞില്ല. പക്ഷേ സ്റ്റേജുകൾ ഇല്ലാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ കാവൽ നമ്മൾ അറിഞ്ഞു. നമുക്ക് പ്രതികൂലമില്ലാത്ത അനുകൂലമായ സാഹചര്യം നമ്മോടൊപ്പം എല്ലാവരും ഉണ്ട്. പ്രതികൂലമായ സാഹചര്യം നമ്മോടൊപ്പം ആരുമില്ല. ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ ഒത്തിരി ദൈവദാസന്മാരെ കണ്ടു, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരായി, താമസിക്കുന്ന വീട്ടിന് വാടക കൊടുക്കാനില്ലാതെ ഭാരപ്പെടുന്ന അനേക ദൈവദാസന്മാരുടെ കാര്യാദികൾ സംസാരിച്ചു. എനിക്ക് തന്നെ പല ദൈവദാസന്മാരെ അറിയാം. ആ ദൈവദാസൻ പറഞ്ഞു, നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയാത്ത നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിവുള്ളവർ ഒതുങ്ങിയിരിക്കുമ്പോൾ കഴിവില്ലാത്ത ചിലതിനെ ദൈവം ഉപയോഗിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടല്ല പ്രിയരെ, കാരണം ഏൽപ്പിച്ച ദൗത്യത്തിൽ അവർ ഇന്നും വിശ്വസ്തരാണ്. നാം കിട്ടുന്ന അവസരങ്ങളെ ദുർവിനിയോഗപ്പെടുത്താതെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക. നമ്മെ പരിഹസിക്കുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ പഠിപ്പിക്കോട്ടെ. ഇവിടെയും അതാ, യേശുവെ നമ്മളിനി നിന്റെ കൂടെ വന്ന് മരിക്കുവാനാണോ ബഥാനിയയിലേക്ക് വീണ്ടും വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ യേശുവിന് മറുപടിയില്ല. ഞാൻ എൻ്റെ സ്നേഹിതന്റെ അടുക്കലേക്ക് പോകും. എന്നെ ചിന്തിപ്പിച്ച് മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരാം. 5-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. യേശു ലാസറിനെ സ്നേഹിച്ചു, മാർത്തയെ സ്നേഹിച്ചു, മറിയെ സ്നേഹിച്ചു. ഈ സ്നേഹമാണ് ആ ബഥാനിയയിൽ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. ദൈവിക സ്നേഹം ഏത് സാഹചര്യത്തിലായാലും വിട്ടുമാറാത്തവനാണ് യഥാർത്ഥ വേലക്കാരൻ. രാവിലെ ഞാനിങ്ങനെ വചനം ധ്യാനിച്ചപ്പോൾ ഒരു കാര്യം പറയുണ്ടായി. എഫെസ്യർ ലേഖനത്തിലാണ് ആ വേർഡ് ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് വല്ലാണ്ട് എനിക്ക് തോന്നുന്നു 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലാണ്. അവൻ എൻ്റെ സമാധാനമാണ്. ആരാ എൻ്റെ സമാധാനം? യേശു എൻ്റെ സമാധാനമാണ്. സമാധാനത്തിനാണ് മനുഷ്യൻ പല വഴികളും തേടുന്നത്. മദ്യത്തിന്, മയക്കുമരുന്നിന്, ജഡപ്രവർത്തികൾക്ക്, ആ സമാധാനത്തിന് വേണ്ടിയാ. സമാധാനമില്ലാതെയാണ് ആത്മഹത്യ നടക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, ചില വ്യക്തികൾ പറയും രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ. അപ്പൊ എന്നോട് പറയാറുണ്ട്, ദേവദാസനെ വീട്ടിനകത്ത് വന്നാൽ ഒരു സമാധാനമില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, വീടാണോ നിന്റെ സമാധാനം? അയ്യോ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് വന്ന് എനിക്കൊരു സമാധാനമില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഭാര്യയും ഭർത്താവുമാണോ സമാധാനം? എൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് സുവിശേഷം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെ സമാധാനമല്ല. പക്ഷെ ഈ എഫെസ്യ ലേഖനത്തിൽ വരുമ്പോൾ 2:12 പറയുന്നു, ഞാനാണ് സമാധാനം. ആരാ സമാധാനം? യേശുവാണ് സമാധാനം. അപ്പോൾ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ യേശു നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പൂർണ്ണമായ സമാധാനവും സന്തോഷവും വെളിപ്പെടുന്നത്. ഹല്ലേലൂയ! എത്ര ആമേൻ പറയാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ ദിനംപ്രതി യേശുവുമായിട്ടൊരു ബന്ധമുണ്ടോ? ദൈവമായിട്ട് എന്താ ഇടപാട്? ആമേൻ. നമ്മളെ ഇഷ്ടമുള്ളവരെ എപ്പോഴും കാണുവാൻ ആഗ്രഹിക്കും, എപ്പോഴും ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹിക്കും. അതുപോലെ നമുക്കൊരു ബന്ധമുണ്ടോ പ്രിയരെ? ഇഷ്ടമുള്ളവർ പിണങ്ങിയാൽ നമുക്ക് അസമാധാനം ഉണ്ടാകും. പക്ഷേ ഇഷ്ടമുള്ള യേശു നമ്മളുടെ അടുത്ത് പിണങ്ങുന്നവനല്ല, നമ്മുടെ കുറവുകൾ കണ്ടിട്ട് കുറ്റം വിധിക്കുന്നവനല്ല. യേശു നമ്മളെ ഭയങ്കര സ്നേഹമാണ്. കാരണം യേശുവാണ് എൻ്റെ സമാധാനം. എൻ്റെ വാക്കുകൾ വല്ലാണ്ട് ചിന്തിപ്പിക്കുവാനിടയായി. പ്രിയരെ, നമ്മൾ ഈ ലോകത്തിലുള്ള ഒന്നിലും ആശ്രയിക്കണം. മക്കളിലായിരിക്കാം, ഭർത്താവിലായിരിക്കാം, ഭാര്യയിലായിരിക്കാം, അപ്പനമ്മമാരിലായിരിക്കാം, വസ്തുവിലായിരിക്കും. ഒന്നിലും നിങ്ങളുടെ ബുദ്ധിയിലോ ശക്തിയിലോ പോലും എന്ത് ചെയ്യരുത്, ആശ്രയിക്കരുത്. അതൊന്നും നിങ്ങൾക്ക് സമാധാനം തരത്തില്ല. നിങ്ങളുടെ സമാധാനം യേശുവിലാണ്. ഇന്ന് മനുഷ്യന് സമാധാനമില്ലാതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്നത്, നാട് വിട്ടു പോകുന്നത്, ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത്, മക്കളെ കളയുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യ ഉപേക്ഷിക്കും. ഇതെല്ലാം സമാധാനമില്ലാത്തിട്ടാണ്. കാരണം ഞാൻ പറയും, സമാധാനമില്ലാഞ്ഞിട്ടുണ്ടല്ല, കർത്താവ് അവരുടെ ഉള്ളിൽ ഇല്ലാഞ്ഞിട്ടാ. ബന്ധങ്ങളുണ്ട്, ഒത്തിരി വ്യക്തികളുമായിട്ട് ബന്ധമുണ്ട്, സമൂഹത്തിൽ നല്ല വ്യക്തിയാണ്. പക്ഷെ പറയുന്ന മറുപടി, അവൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല, അവൻ്റെ ഭാര്യയെ കൊണ്ട്. ഞാൻ പറയും, ക്രിസ്തു അല്ലെങ്കിൽ കർത്താവ് അവൻ്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നെ നോക്കിയേ, സമാധാനം എന്നൊരു വേർഡ് പറഞ്ഞു പറയാം. പത്രോസിനെ പിടിച്ചു തടവിലാക്കിയിരിക്കുക, തടവിലാണ് കിടക്കുന്നത്. 16 ചേവകർ, അത് 4 കൂട്ടം, അങ്ങനെ 16 ചേവകന്മാരുടെ അല്ലെങ്കിൽ ഈ ഒരു കാവലിന്റെ നടുക്ക് കാരാഗ്രഹത്തിനകത്താണ് അവൻ കിടക്കുന്നത്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ചിലപ്പോൾ തല ഛേദിക്കപ്പെട്ടേക്കാം, മറ്റെന്തെങ്കിലും സംഭവിച്ചേക്കാം. പക്ഷേ അവൻ ആ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിട്ട് ഇത്രയും ആളുകളുടെ കൂട്ടത്തിൽ കടന്നിട്ടും സ്വസ്ഥമായി ഉറങ്ങിയെന്നാ പറയുന്നത്. ഹല്ലേലൂയ! എത്ര കാവ്യം പറയും എന്നെ കേൾക്കുന്ന പ്രിയരെ. അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. നാളെ പ്രഭാതം ജീവനോടെ ഇരിക്കുമോ ഇല്ലയോ അതെന്റെ പ്രശ്നമല്ല, പക്ഷെ എനിക്ക് സമാധാനമുണ്ട്. കാരണം ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനായിട്ടാ. ഞാൻ സമാധാനത്തിൽ തന്നെയാണ് കടന്നുറങ്ങുക. പക്ഷെ സമാധാനമില്ലാത്ത ഒരു കൂട്ടരുണ്ട് മറുഭാഗത്ത്. ആരെന്നറിയാമോ? ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ച വിശ്വാസികളല്ല, പിന്നെയോ അവിടുത്തെ പള്ളിപ്രമാണിമാരും
എന്റെ ഭാഷയെ പറഞ്ഞ സദൂക്യരും പരീശന്മാരും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും ഇവർക്ക് സമാധാനമില്ല. നാളെ ഏത് തീർപ്പാ കൽപ്പിക്കേണ്ടത്, ഏത് കാര്യത്തിലാണ് പത്രോസിനെ കുടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പ്ലാൻ ഒരുക്കിയിരിക്കുക. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് ദൂത് കൈമാറുക എന്നെ പ്രിയരെ. നിങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ ഒരുക്കുന്ന വ്യക്തി ജീവിതങ്ങളായാലും പൈശാചിക മണ്ഡലങ്ങൾ ഒന്നടങ്കം ലജ്ജിച്ചു പോകുന്ന ദിവസങ്ങളായി നാളുകളായി മാറണമെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധത്തിലെത്ത്. അവൻ നിങ്ങളുടെ സമാധാനമാണ്, അവൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നിങ്ങളുടെ രക്ഷകനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസ് പിറ്റേ പ്രഭാതം നോക്കുമ്പോൾ അവരുടെ ചിന്തകൾക്ക് അതീതമായിട്ടൊരു പ്രവൃത്തിയാണ്. സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന തട്ടി ഉണർത്തി ഒന്നാം കാവൽ, രണ്ടാം കാവൽ, മൂന്നാം കാവൽ, ഇങ്ങനെ എന്താ പറയുക, ഇരുമ്പ് കവാടവും കടന്ന് അല്ല താമ്രവാദം കഴിഞ്ഞാൽ അങ്ങനെ അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടാണ് തട്ടി ഉണർത്തുന്നത്. ഇനി ഉണർന്ന് ഇനി നീ ഉറങ്ങണ ശരിയല്ല. അപ്പൊ ഞാൻ ചിന്തിക്കാം, ചില വ്യക്തികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ഉറക്കത്തിൽ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുമെന്ന്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് തട്ടി ഉണർത്തി എന്ന് വെച്ചാൽ അത്ര സുഖമായിട്ടുള്ള ഉറക്കമായിരുന്നു. എനിക്ക് തോന്നുന്നു പത്രോസിന്റെ ജീവിതത്തിൽ അന്നു വരെ കിട്ടാത്ത സമാധാനപരമായ ഒരു ഉറക്കം ആ കാരാഗൃഹത്തിന്റെ അകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്നപ്പോൾ ഉറങ്ങിയെന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അറിയാമോ, അവന് ഉറപ്പുണ്ട്, യേശുവിനോടൊപ്പമാണ് ഞാൻ, എൻ്റെ കർത്താവിനോടൊപ്പമാണ് ആയിരിക്കുന്നത്. ഏത് കാരാഗൃഹത്തിന്റെ അകത്തളങ്ങളിലായിരുന്നാലും അവിടെ നിന്ന് ആ ബന്ധനങ്ങളെ അല്ലെങ്കിൽ ആ കെട്ടുകളെ പൊട്ടിച്ച് ആ ചങ്ങലകളെ പൊട്ടിച്ച് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു സർവശക്തൻ എനിക്കുണ്ട് എന്നുള്ള ഉറപ്പായിരുന്നു പത്രോസിന് സമാധാനം ഉണ്ടാകാൻ കാരണമായത്. ഞാൻ മടങ്ങി വരിക. അവൻ സ്നേഹിച്ചു, സ്നേഹത്തിൽ നിന്നാണ് ഇതെല്ലാം വെളിപ്പെടുന്നത്. അടുത്ത് പറയും, എന്നിട്ട് അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഞാൻ താഴോട്ട് വരട്ടെ. 8ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ശിഷ്യന്മാർ അവനോട് റബി എന്ന് വെച്ചാൽ ഗുരുവേ, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടേക്ക് പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് പറയാൻ ദൈവമക്കളെ, എവിടെയാണോ നിങ്ങളെ കല്ലെറിയുവാൻ നോക്കിയോ, എവിടെയാണോ നിങ്ങളെ പരാജയപ്പെടുവാൻ ഒന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുണ്ടോ, എവിടെയാണോ നിങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയുണ്ടോ, അവരുടെ മുൻപിൽ മാത്രമേ ദൈവം നിങ്ങളെ ഉയർത്തത്തുള്ളൂ. ഹല്ലേലൂയ, റിഖമന ശാന്തന. ഞാൻ ആത്മാവിൽ തന്നെയാണ് വിളിച്ചു പറയുന്നത്, ആത്മാവിൽ തന്നെയാണ് ആ ദൂത് കൈമാറുന്നത്. കാരണം എവിടെയാണ് യേശുവിനെ കല്ലെറിയന്മാർ, യഹൂദന്മാർ പ്ലാൻ ഒരുക്കിയവരാണ്, എറിയാൻ ശ്രമിച്ചവരാണ്, തലകീഴായി കൊണ്ടാൻ ശ്രമിച്ചത്, അവരുടെ മുൻപിൽ തന്നെയാണ് സ്വർഗത്തിലെ ദൈവം എൻ്റെ കർത്താവിനെ മാനിക്കുവാൻ ഇടയായത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പലപ്പോഴും ചില വ്യക്തികൾ അവരുടെ മുമ്പിൽ മാറി ഒന്ന് ജീവിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, ആ സ്ഥലത്ത് മാറി വേറെ എവിടെയെങ്കിലും പോയി ദൈവവേല ചെയ്താൽ കൊള്ളാമായിരുന്നു. നോ, തെറ്റാണ് നിങ്ങളുടെ ചിന്താഗതി. എവിടെയാണോ നിങ്ങൾ പരാജയപ്പെട്ടോ, എവിടെയാണോ നിങ്ങൾ തലകുനിച്ചോ, എവിടെയാണോ നിങ്ങളെ നിന്ദിച്ചോ, എവിടെയാണോ നിങ്ങളെ ചവിട്ടി താക്കുവാൻ വേണ്ടി ശ്രമിച്ചോ, അവരുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉയർത്തും എന്നുള്ളതിന്റെ തെളിവാണ് ഈ വചനം. നിങ്ങൾ നോക്കണമേ, അവിടെയാണ് യേശു കർത്താവ് വീണ്ടും പോയത്. എവിടെയാ? അതേ യഹൂദന്മാരുടെ മുൻപിൽ. അതിന് 9ാമത്തെ വാക്യം പിന്നും പറയുന്നു, അതിന് യേശു പകലിന് 12 മണി നേരം ഇല്ലയോ, പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായി കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കാരണം പകൽ എങ്ങനെ നടക്കുന്നു, വെളിച്ചമുണ്ട്. ഒരു ആത്മീയന് പകല് വെളിച്ചമുണ്ടെങ്കിൽ രാത്രിയിലും കർത്താവിന്റെ വചനം കർത്താവിന് വെളിച്ചമായി വെളിപ്പെടും. എന്നെ ആത്മാവിൽ ഇന്ന് പകൽക്കാലം എത്ര പേർ ആ ദൂത് സ്വീകരിപ്പാൻ തയ്യാറാണ്? നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ, നിങ്ങളെ ഇരുട്ടിലായിരുന്നാലും അത് പകല് പോലെ വെളിച്ചത്തിൽ നടത്തുന്ന, പ്രതികൂലത്തിന്റെ നടുവിൽ സന്തോഷത്തോടെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുതേ പ്രിയരെ. ദൈവം നടത്തുവാൻ വിശ്വസ്തനാണ്. തുടർന്നുള്ള താഴോട്ടുള്ള വേദഭാഗങ്ങൾ ഞാൻ കടന്നു പോവുക. അതിന്റെ 10ാമത്തെ വാക്യം ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതൻ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഞാൻ ഏറ്റവും താഴെയുള്ള ഈ 19ാമത്തെ വാക്യത്തിൽ പറയുന്നു, മാർത്തയും മറിയയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നു. നിങ്ങൾ നോക്കണമേ, യേശുവിനെ കല്ലെറിയുവാൻ നിന്ന അതേ യഹൂദന്മാരാണ് ഇപ്പൊ മാർത്തയും മറിയയെ ആശ്വസിപ്പിക്കുവാൻ പോയിരിക്കുന്നത്. കാരണം എന്താ? സഹോദരൻ മരിച്ചുപോയി. ഇതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല, ഈ മെസ്സേജ് എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഞാൻ പറയുക, സഹോദരൻ മരിച്ചുപോയി, ഇനി എന്നെ സംഭവിക്കും എന്നറിയത്തില്ല, അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. പക്ഷേ ആ യഹൂദന്മാരെ ആശ്വസിപ്പിക്കുക, മറിയെ പോകട്ടെ, മറിയെ പോകട്ടെ, അല്ലെങ്കിൽ മാർത്തയെ പോകട്ടെ, അവന് സമയമായപ്പോൾ അവൻ പോയി. പല വ്യക്തികൾ കുത്തുവാക്ക് പറഞ്ഞുണ്ടാകും, ഇവളുടെ വീട്ടിനകത്ത് ആയിരുന്നില്ലേ യേശു കിടപ്പായിരുന്നു, ഇപ്പോൾ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ യേശു എവിടെ പോയി, ഈ പ്രതിസന്ധിയുടെ നടുവിൽ യേശു എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നേരിക്കാം. ആമേൻ. എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു കൂട്ടർ നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ നമ്മളെ കളിയാക്കുവാൻ വേണ്ടി ശ്രമിക്കും. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷെ മറിയയും മാർത്തയും ആ വാക്കുകളൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല.
ഇതേ യഹൂദന്മാർ തന്നെയാണ് യേശുവിനെ കല്ലെറിയാൻ നിന്നത്. ഇതേ യഹൂദന്മാർ തന്നെ യേശുവിനെ കുറ്റം പറഞ്ഞു. ഇതേ യഹൂദന്മാർ തന്നെയാണ് ഈ മറിയയും കല്ലെടുത്തെറിയാൻ വേണ്ടി കൂട്ടുനിന്നവർ. അറിയാം. പക്ഷെ ഇതിന്റെ നടുവിൽ മാനിച്ചു നടത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ എല്ലാം മാനിച്ചു നടത്തുന്ന, എവിടെയാണോ കല്ലെറിയാനും നിന്ദിക്കാനും, ഞാൻ ആ വേർഡ് വീണ്ടും വീണ്ടും ആവർത്തിക്കുക, കല്ലെറിയാനും നിന്ദിക്കുവാനും പരിഹസിക്കുവാനും നിന്ന വ്യക്തിയുണ്ടോ, അവരുടെ മുമ്പിൽ നിങ്ങളെ ദൈവം മാനിക്കാതെ പോകും. നിങ്ങളുടെ കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു, ഈ വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം, പണ്ട് എങ്ങനെയായിരുന്നു, പണ്ട് ഇവൻ എങ്ങനെയായിരുന്നു, ഇവന്റെ അപ്പൻ ആരായിരുന്നു, ഇവന്റെ അമ്മ ആരായിരുന്നു, നമുക്കറിയാമല്ലോ. യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവന്റെ അച്ഛന്റെ മകനല്ലോ, ഇവന്റെ സഹോദരിമാർ നമ്മുടെ ഇടയിൽ ഇല്ലയോ, ഇവന്റെ സഹോദരന്മാരില്ല എന്നൊക്കെ പറയും. പക്ഷേ തച്ചന്റെ മകനാണെങ്കിലും അകത്ത് വ്യാപരിക്കുന്ന ആത്മാവുണ്ടോ, നമ്മുടെ അകത്തളങ്ങൾ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട് പ്രിയരെ. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത, ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത, ആരുടെ വാക്കുകളാലും അവസാനിപ്പിക്കാൻ കഴിയാത്ത, ഏത് വെള്ളമൊഴിച്ചാലും അണച്ചു അണയ്ക്കുവാൻ കഴിയാത്ത ഒരു ആത്മാവിന്റെ തീ നിങ്ങളുടെ അകത്തളങ്ങളിലുണ്ട്. തകർന്ന കുടുംബങ്ങളെ പണിതെടുക്കുന്ന, ഉടഞ്ഞ ജീവിതത്തെ പണിയുന്ന, നിരാശകളെ മാറ്റി, ആകുല ചിന്തകളെ മാറ്റി, പുതുവഴികളെ തുറപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ടല്ലോ പ്രിയരെ. പിന്നെ നമ്മൾ എന്തിനാ ലജ്ജിച്ചു പോകുന്നത്? ഒന്ന് ഞാൻ പറയാം, ആ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ തയ്യാറാകും. ഈ വേദപുസ്തകത്തിൽ 20-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, യേശു വരുന്നു എന്ന് കേട്ട് മാർത്ത അവനെ എതിരേൽക്കുവാൻ ചെന്നു. മറിയയോ വീട്ടിൽ തന്നെ ഇരുന്നു. കാരണം അവൾ ഇരിക്കും. കാരണം അറിയാമോ, മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ യേശു വന്നപ്പോൾ മാർത്തയ്ക്ക് ഭയങ്കര ആവലാതിയായിരുന്നു. എന്ത് യേശുവിന് കൊടുക്കും, എന്താ കൊടുക്കണ്ടേ, എന്ത് കഴിക്കാൻ കൊടുക്കും, എന്ത് കുടിക്കാൻ കൊടുക്കും, അവൾ ഇങ്ങനെ അവിടുന്ന് പരവേശം കൊള്ളുകയായിരുന്നു. പക്ഷേ മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത് യേശുവിന്റെ പാദപീഠത്തിലിരുന്നു. അന്നത്തെ ഇരിപ്പ് ഇന്ന് അവൾ ഇരുന്നു കൊണ്ട് സമാധാനത്തോടെ ദൈവസ്ഥലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. ചില വ്യക്തികൾക്ക് ആകുല ചിന്തയും ആവലാതി എന്നാ പറയണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവലാതി ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടായിട്ട് മാർത്ത കടന്ന് പരവേശം കൊള്ളുക, ഞരിവിരി കൊള്ളുക. പക്ഷെ മറിയ പറഞ്ഞു, യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മറിയയ്ക്ക് അറിയാം, അവൻ വരുന്നുണ്ടെങ്കിൽ ചില നടക്കും, അവൻ വരുന്നുണ്ടെങ്കിൽ ചില നടന്നിരിക്കും, ഉറപ്പാ. ആരുടെയും മുഖത്ത് നോക്കണ്ട. യേശു എൻ്റെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, യേശു എൻ്റെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, യേശു എൻ്റെ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, യേശു എൻ്റെ പട്ടണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ വേട് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാം. ചില വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഒരു കടന്നുകയറ്റം നടക്കുക, ഭവനത്തിൻ്റെ അകത്തളങ്ങൾ യേശു വെളിപ്പെടുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതം എൻ്റെ ഒരു ചേഞ്ചായി മാറുക പ്രിയരെ, എൻ്റെ ഒരു ഡിഫറൻ്റ് ആയി മാറുക. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ യേശുവിന് പ്രാധാന്യം കൊടു. ഇവിടെയും പറയുന്ന അങ്ങനെ നോക്കണമേ, മാർത്ത യേശുവിനോട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒത്തിരി മെസ്സേജ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതൊരു സുപരിചിതമായ വേടായതുകൊണ്ടായിരിക്കാം, പക്ഷെ അതിനകത്തൊരു മർമ്മം കിടപ്പുണ്ട്. നീ ഇപ്പോഴും എന്ത് അപേക്ഷിച്ചാലും നടക്കും. ഞാനൊന്ന് പറയട്ടെ, കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം 10-30 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുന്നവരായിരിക്കാം, ദൈവത്തിലായിരിക്കുന്നവരായിരിക്കാം, വിശ്വാസ കുടുംബങ്ങളായിരിക്കാം, പ്രാർത്ഥിച്ചിട്ട് പലതും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശയാകരുത്. ചിലപ്പോൾ ഇതായിരിക്കാം നിങ്ങളുടെ എൻഡ് ടൈം, ഇതായിരിക്കാം നിങ്ങളുടെ ആ പ്രവൃത്തിയുടെ അന്ത്യസമയം, പ്രവർത്തിക്കേണ്ട സമയം. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്ത് നീ അപേക്ഷിച്ചാലും മറിയയ്ക്ക് ഒരു മാർത്തയ്ക്ക് ഒരു വിശ്വാസമുണ്ട്, കർത്താവ് നീ എന്ത് അപേക്ഷിച്ചാലും അത് ഇപ്പോൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാ പറഞ്ഞത്. നോക്കണമേ, എപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്തയുടെ വിശ്വാസത്തിന്റെ പരിമിതി നോക്കണമേ. മാർത്തയ്ക്ക് അത്രയും വലിയൊരു വിശ്വാസത്തിലേക്ക് അവൾ കടന്നു കയറാത്തതിന്റെ കാരണം യേശുവിന്റെ സന്നിധി ഇരിപ്പാൻ അവൾ തയ്യാറായില്ല. യേശു അവളുടെ വീട്ടിലുണ്ടായിരുന്നു. യേശു അവളുടെ വീട്ടിൽ നിന്ന് വചനം പ്രഘോഷിച്ചപ്പോഴൊന്നും അവിടെ ഇരിക്കുവാൻ തയ്യാറില്ല. പ്രാർത്ഥനയ്ക്ക് നമുക്ക് അവസരം ഉണ്ടാകുമ്പോൾ, ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ മാറിയിരുന്ന് മറ്റൊരു കാര്യത്തിൽ ഇടപെടരുത്. ദൈവമക്കളെ, നിങ്ങൾ അറിയാതെ ചില നന്മകൾ നിങ്ങൾ തന്നെയാണ് മാറ്റി നിർത്തുന്നത്. പക്ഷേ മറിയയുടെ വിശ്വാസം പോലെയല്ല മാർത്തയുടെ വിശ്വാസം. അവൾ പറയുക, ഇപ്പോഴും നീ എന്തെങ്കിലും അപേക്ഷിച്ച് അവൻ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് പറഞ്ഞ യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞ മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ എന്ന് അറിയുന്നു എന്ന് പറഞ്ഞു. ഒടുക്കത്തെ നാളിൽ. അവൾ പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്കുകളാണ്. ഒടുക്കത്തെ നാൾ. കർത്താവ് പറഞ്ഞത് ഒടുക്കമെന്നല്ല, ഇപ്പോൾ ഈ നിമിഷം. ഹല്ലേലൂയ. ഒടുക്കമെന്നല്ല, ഇപ്പോൾ ഈ നിമിഷം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം സന്നദ്ധനാണ്. എന്നെ കേൾക്കുന്നവരെ, തകർന്നിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഉടയപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ഇപ്പോൾ തന്നെ സന്നദ്ധനാണ്. അർത്ഥം പറയുക, ഒടുക്കത്തെ നാളിൽ. ഒടുക്കത്തെ നാളിലല്ല, ഇപ്പോൾ നിനക്ക് വേണ്ടി ഇപ്പോൾ
ഈ നിമിഷം ഉണർന്നു വരാൻ തയ്യാറാ? ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് കരം ഉയർത്തിട്ട് പറയാമോ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന ദൈവമേ, നിനക്ക് കഴിയാത്തതായി ഒന്നുമില്ല. സമസ്ത മണ്ഡലങ്ങളുടെ മേലും വെളിപ്പെടുന്ന ദൈവ തേജസ്, ആ വിടുതലിന്റെ കരം, ആ അനുഗ്രഹത്തിന്റെ കരം, അവൻ വീണ്ടെടുക്കുന്ന കരം, ബന്ധനങ്ങളെ അഴിക്കുന്ന കരം, അസമാധാനത്തെ മാറ്റി സമാധാനത്തെ പകരുന്ന ആ ദൈവ സാന്നിധ്യം എന്നെ ഒന്ന് മൂടണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിന് ഇപ്പോൾ ചെയ്യുവാൻ കഴിയും. പ്രിയരെ, ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് തകർന്നു കിടക്കുന്ന മേഖലകൾ, ഉടയപ്പെട്ട മേഖലകൾ, ചിലതിൻ്റെ മേലെല്ലാം വിടുതൽ കൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇന്നലകളിലെ നിന്റെ പരാജയത്തെ സ്വർഗം നോക്കുന്നില്ല. നീ വാത്സല്യമില്ലെന്ന് പറയുന്നതായിരിക്കാം, നിന്റെ മേൽ അഭിഷേകം കുറവാണെന്ന് നീ പറഞ്ഞേക്കാം. മറ്റുള്ള ശുശ്രൂഷകരെ നോക്കിയിട്ട് അയ്യോ, എനിക്ക് അതുപോലെ ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ, അതുപോലെ ഒന്നും ഞാൻ പ്രാപിച്ചില്ല. നോ, അത് നിന്റെ ചിന്താഗതിയാ. നിന്റെ അകത്തളങ്ങൾ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ തലം നിന്നോടൊപ്പം ഉള്ളവന്റെ ബലത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കുന്ന ഒരു സർവശക്തൻ നമ്മളോടൊപ്പമുണ്ട്. പ്രിയരെ, ജീസസിനെ മാനവജാതിയുടെ ദൈവമായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നെങ്കിലും പക്ഷേ അവൻ ചില വ്യക്തികളെ അപ്പോസ്തലന്മാരായി, ചില വ്യക്തികളെ പ്രവാചകന്മാരായി, ചില വ്യക്തികളെ സുവിശേഷകന്മാരായി, മറ്റു ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ നിങ്ങളെയൊക്കെ പ്രിയമക്കളായി വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടില്ല, നമ്മളെ കൊണ്ട് പ്രയോജനമില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. നിങ്ങളെ പ്രിയമക്കളായി എഫെസ്യർ ലേഖനം 2-ാം അധ്യായം പ്രാരംഭത്തിൽ പറയുന്നു, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ, ഹല്ലേലൂയ, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ, ദൈവത്തിന് അനുകരിപ്പിൻ. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുക. വിക്കനായ മോശ മരുഭൂമിയിലായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഉള്ള വൃക്ഷങ്ങൾ പലതും, ഇതുപോലത്തുള്ള പല ചെടികളും അവിടെയൊക്കെ കണ്ടേക്കാം. പക്ഷേ എൻ്റെ മുൻപിൽ ഞാൻ നോക്കുക കുറച്ച് മുൾച്ചെടികളുണ്ട്. ഇതുപോലത്തെ ഒരു മുൾച്ചെടി നിന്ന് കത്തുകയാണ്. ഓരോവില് മുൾച്ചെടി നിന്ന് കത്തുകയാണ്. മോശ അങ്ങോട്ട് പോയി എന്താന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി പോയി പറഞ്ഞു, മോശ നിന്റെ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, കാലിലെ ചെരുപ്പ് മാറ്റി. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, നീ എന്ത് കണ്ടിട്ടാ മോശയെ വിളിച്ചേ? എന്ത് കണ്ടിട്ടാ? ആമേൻ. അങ്ങനെ വിളിക്കാൻ വേറെ 430 വർഷം കിടന്ന് പ്രാർത്ഥിച്ച വേറെ ജനമില്ലേ? വേറെ നിലവിളിച്ച വേറെ ആളുകളില്ലേ? പിന്നെ എന്തിനാ ഇവനെ എടുത്തു? ഇവൻ ഒന്നാമത് വളർന്നത് എവിടെയാ? മിസ്രൈമില്ല. 40 വർഷം കൊണ്ട് ഇവന്റെ ശരീരത്തിൽ ഓടുന്ന ഇവൻ ഭക്ഷിച്ചത് മിസ്രൈമിന്റെ ഗുണം ഇവനില്ലേ? ഇവൻ ഒരുത്തിനെ അരിച്ചു കൊന്നവനാ. പിന്നെ എന്തിനാ? പക്ഷെ ദൈവം പറയുന്ന മറുപടി ഇതാ, ഞാൻ മോശയെ കണ്ടത് നീ ഓരോബിൽ വെച്ച് കണ്ട പോലെ കണ്ടതല്ല. ഇവന്റെ അമ്മയുടെ ഉദരത്തിൽ ഇവൻ ഉരുവാകുന്നതിന് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പ് ഞാൻ ഇവനെ കണ്ടതുകൊണ്ട് ഇവന്റെ മേൽ ദൗത്യം ഞാൻ വെച്ചിട്ടാ ഭൂമിയിലേക്ക് ആക്കിയത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വളർന്നത് എവിടെ നിന്നല്ല, ആര് വളർത്തി എന്നുള്ളതല്ല, നീ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, നിന്നെ വിളിച്ചവന്റെ വലുപ്പത്തെ നോക്ക്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ വിളിച്ച ദൈവം പറഞ്ഞു എനിക്ക് കൈമാറുവാനുണ്ട് ഇവന്റെ ദൂത്. എന്നാന്നറിയാമോ? ഇവൻ ഒരാളെ വിടുവിച്ചെടുക്കാൻ കഴിയാത്തവനായിട്ടാണ് അവൻ ഓടിപ്പോയത്. ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ പേടിച്ച ഓടിപ്പോയത്. പക്ഷേ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തിയുള്ളവനാക്കി തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ഇവനെ മരുഭൂമിയിലേക്ക് എത്തിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില മരുഭൂമിയുടെ അനുഭവം, ചില ഒറ്റപ്പെടൽ, എല്ലാവരും മാറി ആരുമായിട്ട് ബന്ധമില്ലാതിരിക്കുന്ന ചില മേഖലയുണ്ടല്ലോ, അത് ദൈവത്തിന് നിന്റെ മേൽ ചിലത് സ്റ്റോർ ചെയ്യാണ്ട സമയങ്ങളാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ മടിയന്മാരാകരുത്. ഞാൻ ഇത്രൂൻ്റെ ആടിനെ മേയ്ക്കണമോ? എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ? അടുത്ത രാജാവായിട്ട് വാഴാണ്ടവനായിരുന്നില്ലേ? പിന്നെ ഇവന്റെ ആടിനെ അങ്ങനെയൊന്നും മോശം പറഞ്ഞിട്ട് വേദപുസ്തകം കാണുന്നില്ല. അവനെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തനായിരുന്നപ്പോൾ ദൈവം അവിടുന്ന് വലിച്ചെടുത്ത് മടക്കി കൊണ്ടുവരിക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അതുപോലെ ഉപയോഗിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ നോക്കണ്ട. എനിക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ മേലെ ഒരു ദൂത് തന്നിട്ട് ദൈവം അയക്കുമ്പോഴെല്ലാം എൻ്റെ കൂടെ ദൈവവേലയിൽ ശക്തമായി പ്രയോജനപ്പെട്ട ദേവദാസന്മാരുന്ന എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ വചനം ഷൂ ആയിപ്പോ, പിന്നെ ഒന്നും വരത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര കെണിയാണ്. കെണിയാണ്, പിശാച് കെണിയാണ്. കാരണം അയ്യോ, അവർ എന്നെക്കാളും ശ്രേഷ്ഠന്മാരല്ലേ, ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ, ഞാൻ അവരുടെ മുമ്പിൽ ഒന്നുമില്ലാത്ത ഞാൻ ഈ ഒരു ചിന്തയാണ് വരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി പിശാച് തന്ത്രം ഒരുക്കുന്നു. ഒരു ദേവദാസന്റെ സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ആ ദേവദാസൻ അങ്ങനെ വരാറില്ല. പെട്ടെന്ന് അവിടെ എല്ലാ 40 days ആയാലും 21 days ആയാലും 7 days ആയാലും ഒക്കെ എന്നെ അവർ വിളിക്കാറുണ്ട്. അവർ ഒരു സെക്ഷൻ അല്ലെങ്കിൽ 2 സെക്ഷൻ വിളിക്കാറുണ്ട്. ആ ദേവദാസൻ കുറച്ച് നാളുകൾ അവിടെ ഇല്ലാന്ന് വേറൊരു സ്ഥലത്ത് ശുശ്രൂഷയും പോയപ്പോൾ 2 മാസത്തോളം ഞാൻ ആ ചർച്ചയിൽ ശുശ്രൂഷയും പോയി. ഒരു ദിവസമായപ്പോൾ ഈ ദേവദാസൻ വന്ന് മുന്നിലിരിപ്പുണ്ട്. സത്യത്തിൽ എനിക്ക് വചനമെടുത്തു, പിന്നെ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ വല്ലാണ്ട് ഭാരപ്പെട്ടു. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ദൈവം പറഞ്ഞത്, എടാ ഇന്ന് നീയാണ് ഒരു സ്പെഷ്യൽ മാൻ, ഇന്ന് നിന്റെ മേലാണ് ഞാൻ വെളിപ്പെടാൻ പോകുന്നത്, ഇന്ന് നീ വാ തുറക്കുമ്പോൾ നീയല്ല ഞാനായിട്ടാണ് വെളിപ്പെടുന്നത്. ഇതെല്ലാം തന്ന് എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. അതിനുശേഷം എനിക്ക് മനസ്സിലായത് ഇത്രയും ദിവസം ഞാനെന്ന ഭാവത്തിൽ പിശാച് എന്നെ പറ്റിക്കുകയായിരുന്നു.
അന്ന് പകൽക്കാലത്തെ ശുശ്രൂഷ ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി, ഞാനല്ല എന്നിൽ വെളിപ്പെടേണ്ടത്, എന്നിൽ വെളിപ്പെടേണ്ട ക്രിസ്തുവ. എന്നിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ തേജസ് ഞാൻ നോക്കുക, എന്നിൽ വെളിപ്പെടുന്ന കർത്താവിനെ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് പരാജയം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. ഞാൻ വീണ്ടും പറയാം, 25-ാമത്തെ വാക്യം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. അപ്പോൾ അവിടെ ഒരു ശാരീരിക മരണമാണ്, ആത്മീയ മരണത്തെ കുറിച്ചല്ല പറയുന്നത്, ശാരീരിക മരണം. അപ്പോൾ കാരണം ഇവിടെ ആവശ്യം ആത്മീയ മരണത്തെ കുറിച്ച് പറയുന്നതല്ല, ശാരീരിക മരണം. ലാസറിന് ശാരീരികമായിട്ട് മരിച്ചുപോയി, അവൻ്റെ ജീവൻ വേറുപെട്ടു പോയി, 4 ദിവസമായി നാറ്റം വമിച്ചു തുടങ്ങി. പക്ഷേ അവിടെ നമ്മൾ പറയുക, മരിച്ചാലും ജീവിക്കും. കാരണം കർത്താവിൽ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം എൻ്റെ വചനം കേൾക്കുന്നത്, ചിലപ്പോൾ ക്യാൻസർ ബാധിച്ച് അതിൻ്റെ 4th സ്റ്റേജായി രക്ഷയില്ലെന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഷുഗർ ബാധിച്ച് ശരീരമാസകലം ക്ഷയിച്ച വ്യക്തിയായിരിക്കാം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, മരിച്ച അവയവത്തെ മടക്കി ജീവനിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. 38 വർഷം പക്ഷപാതം പിടിച്ചു കിടക്കുന്ന മനുഷ്യൻ, അവൻ പറയാൻ എൻ്റെ ജീവൻ തീർന്നു, ഒരു രക്ഷയുമില്ല, ഇനി ഇവിടെ കടന്ന് മറ്റേ എന്താ പറയുക, കുളത്തിൽ ബെഥസ്ദ കുളത്തിനകത്ത് വെള്ളം കലങ്ങുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് കയറി പോകുന്നവരെ കണ്ട് സന്തോഷിക്കാം എന്നൊക്കെ ചിന്തിച്ചായിരിക്കാം കടന്നത്. യേശു അവൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അല്ലയോ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? യേശു അങ്ങനെയാ കേട്ടോ. ചില സമയം നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് എൻ്റെ കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ. കർത്താവിനറിയാം നമ്മുടെ മൊത്തം പ്രതീക്ഷയും പിടിവള്ളി എല്ലാം പോയി, ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ തന്നെയായിരുന്നു പറയുന്നത്. എല്ലാ പിടിവള്ളിയും പോയി നിൽക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓർത്തോണേ, ചില മേഖലയിൽ ദൈവം നിനക്കൊരു പിടിവള്ളിയായി, പിടിവള്ളി എന്നല്ല, നിനക്ക് വലിയൊരു പ്രവൃത്തിയായി വെളിപ്പെട്ടു വരുന്ന സമയം വിദൂരമല്ല. ആത്മാവിൽ ഇത് സ്വീകരിക്കുവാൻ കഴിയുന്നവർ സ്വീകരിച്ചാട്ടെ, ആത്മാവിൽ സ്വീകരിക്കുവാൻ കഴിയുന്നവർ സ്വീകരിച്ചാട്ടെ. അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജീവിച്ചിരിക്കുന്നു, എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ 30-ലേക്ക് ഓടിയെത്തുക. വീട്ടിൽ അവളോട് കൂടെ ഇരുന്ന അവളെ ആശ്വസിപ്പിക്കുവാൻ യഹൂദന്മാർ മറിയെ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരയുവാൻ പോകുന്നു എന്ന് വിചാരിച്ചു. ഞാനിവിടെ നിർത്തുകയാണ്. യഹൂദന്മാർ, ഇതേ യഹൂദന്മാരല്ലേ യേശുവിനെ കല്ലെറിയുവാൻ നിന്നത്? അതേ യഹൂദന്മാർ നോക്കണമേ, യേശുവിനെ കല്ലെറിയുവാൻ വേണ്ടി കൂട്ടുനിന്ന, അല്ലെങ്കിൽ യേശുവിനെ കല്ലെറിയുവാൻ വേണ്ടി നിന്ന യഹൂദന്മാരുടെ മുൻപിലാണ് യേശു കർത്താവ് ഇന്ന് വരുന്നത്. ചെറിയ പ്രവൃത്തി ചെയ്യാനല്ല, ആർക്കും ചിന്തിക്കുവാൻ കഴിയുന്ന അതീതമായ പ്രവൃത്തി. മരിച്ചിട്ട് ഈ ബാലെ എഴുന്നേൽപ്പിച്ച പോലെ, ബാലെ എഴുന്നേൽക്കെന്ന് പറഞ്ഞ പോലെ, മരിച്ച ഉടനെ വന്നിട്ട് എങ്കിൽ ആളുകൾക്ക് പറയാം അവൾ ഉറങ്ങിക്കിടന്ന എണീറ്റ് എന്ന് പറയുന്ന പോലെ അല്ല, അങ്ങനെ ഒരു പ്രവൃത്തിയല്ല. മഞ്ചത്തിൽ കൊണ്ടുവന്നു, എനിക്കൊന്ന് മരിച്ച സമയത്ത്, മരിച്ചപ്പോൾ മണിക്കൂറുകൾക്കകത്തായിരിക്കാം, മഞ്ചത്തിൽ ആ വിധവയായ സ്ത്രീ ആ ബോഡിയും കൊണ്ട് ആളുകൾ കരഞ്ഞുകൊണ്ട് കോട്ടവാതിന്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ കണ്ടതായിരിക്കും. ഇതങ്ങനെയല്ല. ഇത് മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വമിച്ചു തുടങ്ങി, വന്നവരെല്ലാം മുഖത്ത് കൈവച്ച് തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളെ പരിഹസിക്കുവാൻ, നിങ്ങളെ മോശമായി എണ്ണിയവർ, നിങ്ങളെ നിന്ദിച്ചവർ, എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, പ്രിയ വിശ്വാസ കുടുംബങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ പരിഹസിച്ച് നിന്ദിതരാക്കിയവരുടെ മുമ്പിൽ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് സ്വർഗം നിങ്ങളെ കണ്ടത്. ഒരു ഏറിയൽ മാത്രമല്ല, ഒരു പട്ടണത്തിൽ മാത്രമല്ല, ഒരു രാജ്യത്തിൽ തന്നെ നിങ്ങളെ എടുത്തു നിർത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. എൻ്റെ കർത്താവ് മറിയ ഓടി വന്ന് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ വിശ്വസിക്കുക മാത്രം നീ ചെയ്യുക, എങ്കിൽ നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിശ്വാസം എവിടെയെങ്കിലും തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും തകർന്നു പോകുന്ന ഒരു ശ്രുതിയാണ് കേട്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം വിളിച്ചത് അവൻ നിങ്ങളെ പോറ്റിക്കൊള്ളാമെന്ന. ചിലത് ദൈവം നമുക്ക് വേണ്ടി മാത്രം തുറന്നു വെച്ചിട്ടുണ്ട്. ചില പാക്കേജ് എന്നാ പറയേണ്ട, പാക്കേജ് എന്നാ, ഒരു പോക്കറ്റിനകത്ത് പലതും കാണും അല്ലേ. പേന കാണും, ATM കാർഡ് കാണും, അല്ലെങ്കിൽ കാശ് കാണും, ചില അഡ്രസ്സ് കാണും. അതുപോലൊരു പാക്കേജ് ആക്കി ദൈവം വെച്ചിട്ടുണ്ട്. സകല നന്മകളും സകല വിടുതലുകളും നമുക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വസിക്കുന്നുണ്ടോ? യേശു കല്ലറയുടെ അടുത്ത് പോയി സ്വർഗത്തിലേക്ക് നോക്കി, ലാസറേ പുറത്തു വാ. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞ നന്മകളോട് പുറത്തു വരാൻ കൽപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കെട്ടപ്പെട്ട ശുശ്രൂഷകളുടെ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു വരാൻ കൽപ്പിക്കാമോ? നിന്റെ നാവ് കെട്ടിയതായിരിക്കാം, നിന്റെ ശരീരം രോഗത്താൽ കെട്ടിയതായിരിക്കാം, പിശാച് ചില മേഖലയിൽ അടയപ്പെട്ടതായിരിക്കാം. ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. ഇന്ന് പകൽക്കാലം ആ യേശുവിൽ വിശ്വസിക്കുക. ആമേൻ. അവൻ സ്നേഹമാണ്, അവൻ വിടുവിക്കുന്നവനാണ്, അവൻ അനുഗ്രഹിക്കുന്നവനാണ്, അവൻ കരുതുന്നവനാണ്. ഞാനിവിടെ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മേഘം മൂടിയിരുന്നു. മേഘത്തിന് ഒത്തിരി നേരം സൂര്യന്റെ പ്രകാശത്തെ മൂടി വെക്കാൻ കഴിഞ്ഞില്ല. അതിനെ തള്ളി മാറ്റിക്കൊണ്ടോ സൂര്യന്റെ പ്രകാശം ഈ ഭൂമിയിലേക്ക് അടിക്കുക. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന്റെ സമയമായി.
ഇതുപോലെ വലിയൊരു വിടുതലിന് സമയമായി. ആർക്ക്? വിശ്വസ്തയോടെ ദൈവസ്ഥലായിരിക്കുന്നവർ. കൊയ്ത്ത് വളരെയധികം, വേലക്കാർ ചുരുക്കം. ലാസറിനെ കൽപ്പിച്ച് പുറത്തെടുത്തു. പുറത്ത് വന്നപ്പോൾ പറഞ്ഞത് അവന്റെ കെട്ടഴിച്ചു വിടുക. അതെന്താ? കെട്ടഴിഞ്ഞു വരാൻ പറ്റത്തില്ലേ? കെട്ടിയവൻ കെട്ടഴിക്കണം. കെട്ടിയവൻ, ലാസർ മരിച്ചു. അന്ന് ശീലകൾ കൊണ്ട് ചുറ്റിയത് കർത്താവല്ല, കെട്ടിയത് ലോകത്തിലെ മനുഷ്യനാ. ആ കെട്ടിയ കെട്ടുകളെ നാം തന്നെ അഴിക്കണം. ആ കെട്ടുകൾ നാം തന്നെ അഴിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പകൽക്കാലം ദൈവസ്ഥലത്ത് ഏൽപ്പിച്ചു കൊടുക്കാമോ? ചില കെട്ടുകൾ സ്വർഗം നമ്മളെ അഴിക്കാൻ പോവുക. ചില കെട്ടുകളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസ്ഥലത്ത് പ്രാർത്ഥിക്കാമോ? അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുവാൻ, അടഞ്ഞ ശുശ്രൂഷകൾ തുറക്കപ്പെടുവാൻ. ജീവിതത്തിന്റെ ഏതോ മേഖലകൾ തകർന്നു കിടക്കുന്ന അവസ്ഥകളായിരിക്കാം, ഉടയപ്പെട്ട അവസ്ഥയായിരിക്കാം. പലപ്പോഴും നിങ്ങൾ തകർന്ന ഹൃദയത്തോടെ ദൈവസ്ഥലത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ലാവ തിളയ്ക്കുന്നത് പോലെ തിളച്ചു മറിയുന്ന കാര്യങ്ങൾ എൻ്റെ ദൈവം കാണുന്നു. അപ്പോഴും ദൈവം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇത്രമാത്രം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അവന്റെ ഉള്ളത്തിൽ കടക്കുമ്പോഴും അവൻ എൻ്റെ വയൽ പ്രദേശത്തിലെ വേലയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? നമുക്കൊരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല സമയത്തിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. മധ്യാഹ്ന വേള കഴിഞ്ഞ സമയത്ത് അല്പനേരം കർത്താവിന്റെ സ്ഥലം നമുക്ക് ആയിരിപ്പം ഞങ്ങൾക്ക് ഇടവരുത്തി. ഈ വചനം കേട്ട സകല ദൈവമക്കളുടെ മേലും വലിയൊരു പ്രവൃത്തി വെളിപ്പെടട്ടെ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞ മേഖലകൾ ഓപ്പൺ ആകട്ടെ. ഇന്നലകളിലെ പരാജയങ്ങൾ മാറിപ്പോകട്ടെ. നമ്മെ അറിയാത്ത മേഖല നിന്ന് നന്മകളുടെ വാതിലുകൾ തുറക്കട്ടെ. ശുശ്രൂഷ മണ്ഡലങ്ങൾ മൂർച്ച കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവർ, ഭാരത്തിലായിരിക്കുന്നവർ, ഇന്ന് ഈ പ്രഭാതത്തിൽ സൗഖ്യമാകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുമാറാകണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുക. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരണം. സ്വർഗം വലിയവ ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.